എനിക്കങ്ങ് വല്ലാതെ പെയിൻ കൂടി, വയറൊക്കെ അങ്ങോട്ട് മുറുകി, കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കുറയാൻ തുടങ്ങി, എനിക്ക് ശ്വാസം കിട്ടാതായി. ആ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ എമർജൻസി ആയിട്ട് സി സെക്ഷൻ കാലിൻ്റെ അവിടം വരെ എത്തുന്നവരെ അവർ നമ്മളെ അത്രയും ഒരു ഇതിലേക്ക് എടുക്കും. അപ്പം എനിക്ക് ആകെ ടെൻഷൻ. ഇവിടെ നിന്ന് ഒരു വലിയൊരു കുഴിയിട്ടു, ശ്വാസം അങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ തല മൊത്തം ഇങ്ങനെ കവർ ചെയ്തിട്ടേക്കാം. ഒരു വലിയൊരു മാസ്ക്, ദേഹത്ത് ഫുള്ള് വയറുകൾ, കയ്യിലാണെങ്കിലും ക്യാൻഡിൽ നോക്കിയിട്ട് മരുന്നു. ആ കണ്ടൊരു നിമിഷം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നൊരു വ്ളോഗോ റെസിപ്പി വീഡിയോ ഒന്നല്ല കേട്ടോ. നാളത്തെ ദിവസത്തിന് വലിയൊരു പ്രത്യേകത ഉണ്ട്. ജൂലൈ 13, അതായത് നമ്മളെ അമ്മുടുമോൻ്റെ ബർത്ത്ഡേ കേട്ടോ. ആ ദിവസം ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഒരു പക്ഷേ എൻ്റെ ഫസ്റ്റ് ഡെലിവറിനേക്കാളും ഞാൻ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്ന ഒരു ദിവസം അത് തന്നെയായിരിക്കും കേട്ടോ. ഞങ്ങൾ അന്നത്തെ ദിവസം വെച്ചാൽ ഒരുപാട് വിഷമിച്ചൊരു ദിവസം കേട്ടോ. കാരണം കുഞ്ഞിനെ കയ്യിൽ കിട്ടിയ ഒരു നോക്ക് കാണാൻ പോലും പറ്റാതെ ഇരുന്നൊരവസ്ഥ കേട്ടോ. അപ്പോൾ നമുക്കിന്ന് നമ്മളെ ഡെലിവറി സ്റ്റോറിയിലേക്ക് കിടക്കാം. ഞാൻ ഇത് പറയണമെന്നൊന്നും കരുതിയതല്ല, പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഉപകാരമാവുമെന്ന് കരുതിയിട്ട് ഞാനിത് പറയുകയാണ്. കാരണം നമ്മളെ അമ്പുടുക്കുട്ടൻ NICU ബേബി ആയിരുന്നു. NICU ബേബിന്ന് മാത്രം പറഞ്ഞപ്പോൾ ഒരാൾ ഒരു 8-10 ദിവസം വെന്റിലേറ്ററിലായിരുന്നു. അതിന് കഴിഞ്ഞിട്ട് NICUക്ക് ഷിഫ്റ്റ് ചെയ്തത്. അങ്ങനെ അപ്പോൾ നമ്മളെ ജീവിതത്തിലേക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ കടന്നു വന്ന ഒരാളാണ് നമ്മൾ അമ്പുഡൂസ്. കാരണം ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു കേട്ടോ. അപ്രതീക്ഷിതമായിട്ട് കടന്നു വന്ന ഒരാളാണ് നമ്മളെ അമ്പുടുക്കുട്ടൻ. അതിനേക്കാൾ ഒരുപാട് സന്തോഷപ്പെട്ടോ ഞങ്ങൾക്ക് കുഞ്ഞ് വന്നതായെങ്കിലും ഞങ്ങൾ ഒരുപാട് ഹാപ്പി ആയിരുന്നു. കാരണം അവന് ഒരു 1.5 മാസമൊക്കെ ആയപ്പോഴാണ് ഞാൻ അറിയുന്നത് അവനുണ്ട് എന്നുള്ളത്. സിംറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡെലിവറി പ്രഗ്നൻസിയുടെ പോലെ തന്നെ. പക്ഷെ അത്രയ്ക്കാണ് കാര്യമാക്കില്ല. കാരണം ആ പീരിയഡ്സ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം എങ്ങനെ ആയിട്ടുള്ളൂ. പീരിയഡ്സ് കറക്റ്റായിട്ട് ആവുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ഡൗട്ടിനെ പുറത്ത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയത്. അപ്പം 2 നല്ല ഡാർക്ക് കളർ റെഡ് കളർ ലൈറ്റ്സ് നമ്മളെ ഇച്ചുവിനൊന്നും അങ്ങനെ തെളിഞ്ഞു കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു. പിന്നെ അതിനേക്കാളും സങ്കടം എന്തായിരുന്നു വെച്ചാൽ നമ്മളെ ഏട്ടൻ ആ സമയത്താണ് ദുബായിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നത്. ആളെ ഡേറ്റൊക്കെ ഏകദേശം കൺഫേം ആയിട്ടുണ്ടായിരുന്നു. ആള് ജനുവരി 17-ാം തീയതി ആയിരുന്നു പോകാൻ നിന്നത്. പിന്നെ നമ്മൾ അമ്പുടു ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞത് ഒരു ഡിസംബർ ഒരു 20-25 ഉള്ളിലൊക്കെ ആയിട്ടാണ് ഞങ്ങൾ അറിഞ്ഞിരുന്നത്. പിന്നെ ഒരുപാട് സങ്കടമായിട്ടോ. കാരണം ആൾ പോവുകയാണ്. നമ്മൾ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മളെ ഹസ്ബൻഡിൻ്റെ പ്രസൻസ് ആണല്ലേ. പിന്നെ ഫസ്റ്റ് പ്രഗ്നൻസിയിലും ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ഒരു ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ ഹാഫ് വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. എന്താ പറയുക, പ്രഗ്നൻ്റ് ആണെന്ന് അറിയുക പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ക്ഷീണോ കുഴക്കമോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. മക്കളെ കൂടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വീഡിയോ എടുക്കൽ നടക്കുള്ളൂ. പിന്നെ സൗണ്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ഉണ്ടോ നോക്കാം. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ട്രൈമസ്റ്റർ സുഖമായിട്ട് പോയി. നമ്മൾ ഫസ്റ്റ് ചെക്കപ്പ് കഴിഞ്ഞ ടൈമിലാണ് നമ്മൾ 89. അതിൻ്റെ സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആളെ ഓക്കെ ബീച്ചൊക്കെ ഓക്കെ ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ അടിപൊളിയായിട്ട് തന്നെ പോയിട്ട് ഒരു കുഴപ്പമില്ല. നമ്മളെ ഇച്ചൂസ് ചെറുതായിട്ട്, ഇച്ചുവിന് 1 വയസ്സും 9 മാസമൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മളെ അമ്പുടുക്കുട്ടൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിനുശേഷം ഒരു 5-ാം മാസമൊക്കെ ആയി തുടങ്ങിയപ്പോൾ എനിക്ക് പഴയതുപോലെ തന്നെ ബുദ്ധിമുട്ടൊന്ന് നടക്കാനുള്ളൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം കാല് നിലത്ത് കുത്തുമ്പോൾ നല്ല പെയിനാട്ടോ. ഒറ്റയ്ക്ക് നടക്കുക വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ വയറുവേദന, യൂട്രസ് നേരത്തെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. തുടങ്ങിയപ്പോൾ വേറെ കാലുവേദന, പിന്നെ വയറുവേദനയും കാലുവേദനയും, ഇടയ്ക്കിടയ്ക്ക് യൂറിൻ ഇൻഫെക്ഷൻ വരും. വെള്ളം കുടിക്കാനിട്ടൊന്നുമല്ല കേട്ടോ. നന്നായിട്ട് വെള്ളവും ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കുന്നു. പിന്നെ നല്ല ഛർദി ഉണ്ടായിരുന്നു കേട്ടോ. ഛർദിയും തലകർക്ക് കുഴപ്പമില്ലാതെ അങ്ങനെ പോയി. നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫുഡ്. നമ്മൾ 9th മന്ത് സ്കാനിങ്ങിന് പോയിട്ട് സ്കാനിങ്ങിന് അത്യാവശ്യം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇച്ചൂസിൻ്റെ ടൈമിൽ അങ്ങനെ തന്നെയായിരുന്നു. 36 വീക്ക് ഫസ്റ്റിൽ തന്നെയായിരുന്നു. 36 വീക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന അന്ന് തന്നെയായിരുന്നു കേട്ടോ ഡെലിവറി. അതേപോലെ തന്നെ നമ്മൾ 35 വീക്ക് കംപ്ലീറ്റ് ആയെന്ന് സ്കാനിങ് എടുത്ത്. സ്കാനിങ്ങിൽ അമ്പുടുവിൻ്റെ കഴുത്തിലൊരു പൊക്കിൾക്കോട് ചുറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഡോക്ടർ ഒന്നും പറഞ്ഞില്ല കേട്ടോ. നമ്മൾ പിറ്റേന്ന് പോയി. അന്ന് പോയി പിറ്റേത് ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര പെയിന്. ഞാൻ രാവിലെ കയറുമ്പോൾ നല്ല പെയിനും. പേട്ടനെ വിളിച്ച പേട്ടൻ പറഞ്ഞു പോയി നോക്കുന്നത്. ഞാനിനി മടിച്ചിട്ട് ഞാൻ പോയില്ല, എന്തായാലും ഡേറ്റ് ആവട്ടെ ഇപ്രാവശ്യം അങ്ങനെയൊന്നും പോകില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്നു കേട്ടോ. പക്ഷെ പെയിന് കൂടി പിടുത്തം വിട്ടു. പിന്നെ നമ്മൾ വൈകുന്നേരം പോയി PV ചെയ്ത് നോക്കിയപ്പോൾ യൂട്രസ് ഒരു 3 സെൻറ്റിമീറ്റർ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അന്ന്
തന്നെ അഡ്മിറ്റ് ആയി. നമ്മൾ വീട്ടിൽ വന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് അന്ന് തന്നെ അഡ്മിറ്റ് ആയി കേട്ടോ. ഒരു 5 മണിയൊക്കെ ആയ ടൈമിലാണ് അഡ്മിറ്റ് ആയത്. ഞാൻ നല്ല രീതിക്ക് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് നടക്കും, വേദനയാണെന്നുണ്ടെങ്കിലും നടക്കുകയൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. നടക്കും, എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. നോർമൽ ഡെലിവറി ആയിരുന്നു കേട്ടോ. നമ്മൾ വേദന വരാൻ വേണ്ടി മരുന്ന് എടുക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പിറ്റേന്ന് രാവിലെ PV ചെയ്തു. ഞങ്ങൾ 5 ആളുണ്ടായിരുന്നു അന്ന്. ഞാൻ ലാസ്റ്റ് ചെയ്യുന്നിട്ട് കയറിയത്, ഉച്ചയൊക്കെ ആയിട്ടുള്ളതാണ് കയറിയത്. ഞാൻ കയറിയ സമയത്ത് നല്ല സന്തോഷത്തിലായിട്ട് കയറിയത്. കാരണം ഞാൻ ഇപ്രാവശ്യം കാര്യമില്ല. ഫസ്റ്റ് ഡെലിവറി എന്ന് വെച്ചാൽ കരഞ്ഞ് പൊളിച്ച് അതൊരു കഥയായിരുന്നു. അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും കാര്യമില്ല അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കയറുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ഏട്ടനെ വിളിച്ചിട്ടാണ് കയറിയത്. ഞാൻ കയറിയപ്പോൾ യൂട്രസ് ഏകദേശം ഒരു 7 സെൻറ്റിമീറ്റർ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം കുറച്ചല്ലേ ഉള്ളൂ. അപ്പം എന്നോട് ഡോക്ടർ പറയുകയും ചെയ്തു അവസാനം വരെ ഈ ചിരി വേണം കേട്ടോ എന്ന്. നമ്മളിപ്പം അത്യാവശ്യം പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് ഡെലിവറീൻ്റെ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ഡെലിവറി സുഖമായിരിക്കുന്ന എല്ലാവരും പറഞ്ഞു. നമ്മൾ ഒരു 2 മണിക്ക് കയറി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ നമുക്ക് മരുന്നിടുമല്ലോ പെയിൻ കൂടാൻ വേണ്ടിയിട്ട്, ഈ ഗ്ലൂക്കോസ് വഴി ഇടുമല്ലോ. പക്ഷെ അത് ഇടുന്ന ടൈമിൽ എനിക്കങ്ങ് വല്ലാതെ പെയിൻ കൂടി, വയറൊക്കെ അങ്ങോട്ട് മുഴുകി, കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കുറയാൻ തുടങ്ങി, എനിക്ക് ശ്വാസം കിട്ടാതായി, ആ ഒരു ലെവലായി. പിന്നെ പെട്ടെന്ന് ഇതൊക്കെ റിമൂവ് ചെയ്ത് വന്നപ്പോൾ ഞാൻ ഓക്കെ ആയി, വയറൊക്കെ നോർമലായി വന്ന്, കൺട്രാക്ഷനൊക്കെ വന്ന് വയറൊന്ന് ലൂസ് സാധാരണ ഇതിൽ വന്നു. അപ്പോൾ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കുറഞ്ഞു വരിക കേട്ടോ. ഇനി അത് കഴിഞ്ഞ് എന്താ പറയുക, ഈ പറയുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് അതിന്. അത് കഴിഞ്ഞിട്ട് ഡോക്ടർമാർ വന്നു. അതായത് നേഴ്സും ഡോക്ടറായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ തന്നെ ഡോക്ടർ വന്നു. അപ്പോൾ ഡോക്ടർ വന്ന് നോക്കിയപ്പോൾ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ എമർജൻസി ആയിട്ട് C-സെക്ഷൻ വേണമെന്ന് പറഞ്ഞു. പക്ഷെ നോക്കിയപ്പോൾ കുഞ്ഞിൻ്റെ കഴുത്തിൽ പകുതി ഇറങ്ങി വന്നിട്ടുണ്ട്, കഴുത്തിൽ 2 ചുറ്റി കിടക്കുന്നുണ്ട്, ഹാർട്ട് ബീറ്റ് പറ്റ കുറഞ്ഞു. അപ്പം ഇനി C-സെക്ഷൻ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ആ സമയം എനിക്ക് ശ്വാസം കിട്ടണം, എനിക്ക് ഓക്സിജൻ സപ്പോർട്ടൊക്കെ തന്ന് ഭയങ്കര ഇതായിരുന്നു കേട്ടോ. എനിക്ക് ആകെ ടെൻഷനായി. ഞാൻ പിന്നെ പറഞ്ഞു എനിക്ക് എൻ്റെ മോനെ കാണാൻ, എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എഴുതി ഉള്ളിലുള്ള ബേബീനെ കാണാൻ എന്നായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്കല്ല, എനിക്ക് എൻ്റെ ഇച്ചുമോനെ കാണണം എന്ന് പറഞ്ഞു. അപ്പം തന്നെ അവരെടുത്തുകൊണ്ട് വന്നു കേട്ടോ. കുഞ്ഞിനെ അടുത്ത് നിർത്തി. കാരണം ആ ഒരു ലെവലായിരുന്നു കേട്ടോ. എനിക്ക് പറ്റങ്ങോട്ട് ഓക്സിജൻ്റെ അളവ് കുറയുന്നുണ്ട്, കുഞ്ഞിനും ഹാർട്ട് ബീറ്റും കുറയുന്നുണ്ട്, പൾസ് റേറ്റൊക്കെ ആകെ കുറയുന്നുണ്ട്. ആകെ ടെൻഷനായി. പിന്നെ കുഞ്ഞിനെ അടുത്തുകൊണ്ട് നിർത്തി. ഡോക്ടർമാർ പറയുന്നുണ്ട് പുഷ് ചെയ്യും. പക്ഷെ എനിക്ക് പറ്റുന്നില്ല. ഞാൻ ഫസ്റ്റ് ഡെലിവറിക്ക് പോയ സമയത്ത് എല്ലാവരും പറയുന്നത് നമ്മൾ ഈ സിസേറിൻ്റെ സമയത്ത് അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ നട്ടാൽ വളഞ്ഞ് നിൽക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എൻ്റെ ഫസ്റ്റ് ഡെലിവറിക്ക് സെക്കൻഡ് ഡെലിവറിക്ക് ഞാൻ അതേ ഒരു അവസ്ഥയിൽ തന്നെ വന്ന്. എന്നാൽ നമ്മളെ കാലിങ്ങനെ പൊക്കി വെച്ചിരിക്കുന്നത്, നമ്മൾ കഴുത്ത് കാലിൻ്റെ അവിടം വരെ എത്തുന്നവരെ അവർ നമ്മളെ അത്രയും ഒരു ഇതിലേക്ക് എടുക്കും. ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു. എനിക്ക് ഓർക്കുമ്പോൾ തന്നെ എപ്പോഴും പേടിയാവുന്ന ഒരു കാര്യം, ആ ഒരൊറ്റ കാര്യമുള്ളൂ. പെയിനൊക്കെ നമുക്ക് സഹിക്കാം. പക്ഷെ നമ്മൾ അങ്ങനെ ബെൻഡ് ചെയ്ത് നിൽക്കുമ്പോഴല്ലോ നമുക്ക് ഭയങ്കര നല്ല വയറും കൂടെ. നമ്മളിങ്ങനെ നേരെ കിടക്കുമ്പോൾ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ കുഞ്ഞിങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ ഇങ്ങനെ വളഞ്ഞങ്ങോട്ട് വരണം. വളഞ്ഞങ്ങോട്ട് വരുമ്പോഴേക്കും വല്ലാത്തൊരിടങ്ങാറാണ്. ഒന്നാമത് ശ്വാസം കിട്ടുന്നില്ല, അതിൻ്റെ ഇടയ്ക്ക് പിന്നെ പുഷ് ചെയ്ത് ലാസ്റ്റ് എന്നെ കൊണ്ട് പറ്റുന്നില്ല. കാരണം എനിക്ക് ഓക്സിജൻ്റെ അളവ് കുറയുന്നു, കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് കുറയുന്നു. അപ്പോൾ പിന്നെ അവരൊന്നും നോക്കിയില്ല. നമ്മളെ താഴത്ത് പെട്ടെന്ന് കയറിയിട്ട് ജനീൻ്റെ അവിടെ നല്ലോണം കയറിയിട്ട് വന്നിട്ട് കുഞ്ഞിനെ വലിച്ചെടുത്തു. ഞാൻ പുഷ് ചെയ്യുന്നുണ്ടെങ്കിൽ പറ്റുന്ന കുഞ്ഞിനെ വലിച്ചെടുത്തിട്ടോ. വലിച്ചെടുത്ത സമയത്ത് കുഞ്ഞ് നന്നായിട്ട് കരഞ്ഞു. പക്ഷെ ആ കരച്ചിൽ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ആശ്വാസമായിട്ടോ. ഞാൻ കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആണെന്ന് വരും. പക്ഷെ ഞാൻ അപ്പോഴും കുഞ്ഞിൻ്റെ മുഖം കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആൺകുട്ടിയെന്ന് മാത്രമേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, മുഖം കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം അന്ന് ഡെലിവറി കഴിഞ്ഞ എല്ലാവർക്കും ഫസ്റ്റ് ബേബി എന്താണോ ആ ബേബി തന്നെയായിരുന്നു കേട്ടോ. എല്ലാവർക്കും പെൺകുട്ടികളായിരുന്നു. പിന്നെ എനിക്ക് ആൺകുട്ടിയോട്ടോ. അപ്പം എന്നോട് ഡോക്ടർ ചോദിച്ചിരുന്നു ഫസ്റ്റ് ബേബി ബോയ് ആണോ ചോദിച്ചു. അപ്പം മിക്കവാറും ഇതും ബോയ് ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ ഓക്കെ, കാരണം കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലാതെ കൈ കിട്ടിയല്ലോ എന്നൊക്കെ ഇതാക്കി. പിന്നെ സ്റ്റിച്ച് ഇടുന്ന സമയത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല, എനിക്ക് ഉറക്കം വരുന്നുണ്ടെന്ന്. ഞാൻ തലേന്ന് ഒട്ടും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ കുഞ്ഞിനെ നമ്മൾ ഡെലിവറി റൂമിൽ നിന്ന് പ്രീ ഡെലിവറി റൂമിലേക്ക് മാറ്റുമല്ലോ. ആ സമയത്ത് പാൽ കൊടുക്കാൻ വേണ്ടി കുഞ്ഞിനെ കൈ കൊണ്ട് തന്നു. അപ്പോൾ അമ്മയൊക്കെ പറഞ്ഞു ഇത്ര നേരം കുഞ്ഞ് NICUൻ്റെ ഉള്ളിലായിരുന്നു. കാരണം കുഞ്ഞ് നല്ല കരിനീല കളറായിരുന്നു. ഞാൻ കുഞ്ഞിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കുഞ്ഞ് കരിനീല കളറായിരുന്നു. ദേഹത്തൊക്കെ ആകെ
കുരുക്കളൊക്കെ ഇങ്ങനെ പൊണ്ടിയിട്ട് കൊണ്ട് തന്ന സമയത്ത് നമ്മൾ 2 ടറക്കിയിട്ട് പൊതിന് നല്ല സെക്യൂർഡ് ആയിട്ടോ കൊണ്ട് തന്നത്. ഏട്ടൻ്റെ അമ്മയുടെ കൊച്ചനെ കൈ. എനിക്കാണെങ്കിൽ ഇരിക്കാൻ പറ്റുന്നൊന്നുമില്ല. കുഞ്ഞിന് പാൽ കൊടുക്കാൻ നോക്കിയിട്ട് കുഞ്ഞ് പാൽ കുടിക്കുന്നില്ല. അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായിട്ടോ. കാരണം നോർമലി അങ്ങനെ അല്ലല്ലോ കുട്ടികളെ ഇട്ട് നോക്കിയപ്പോൾ കുഞ്ഞിനെ പെട്ടെന്ന് ടർക്കി ഇങ്ങനെ മാറ്റി നോക്കിയപ്പോൾ കുഞ്ഞിൻ്റെ നെഞ്ചിൻ്റെ ഇവിടെ നിന്ന് ഒരു വലിയൊരു കുഴി ഇട്ടു. ശ്വാസം അങ്ങനെ സ്പീഡിലെടുക്കുക. കാണുമ്പോൾ തന്നെ നമുക്ക് ആകെ പേടിയാവും. ആ ഒരു കോലത്തിലായിരുന്നു. അപ്പം ഞാൻ നേരെ അമ്മേനോട് പറഞ്ഞു കുഞ്ഞിങ്ങനെ പാല് കുടിക്കുന്നില്ല, സിസ്റ്റർ വിളിക്കുന്നതാണ്. സിസ്റ്റർ വിളിച്ച സമയത്ത് സിസ്റ്റർ നോക്കാമെന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ട് അവർ ഇതാക്കുന്നില്ല. പിന്നെ കുഞ്ഞിനെ വാങ്ങിക്കൊണ്ട് പോയി. അവർ നേരെ NICക്ക് മാറ്റി. പിന്നെ ഞാൻ 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് കൊച്ചിൻ്റെ വിവരം അറിയാത്തതുകൊണ്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു ചെറിയൊരു ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ആ ടൈമിൽ ഡെലിവറി ടൈമിൽ തന്നെ ഒരു ചെറിയ ഏകദേശം ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞില്ല, എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് കുറഞ്ഞതൊക്കെ അന്ന് മാറ്റി ഞങ്ങൾ റൂമിക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. നമ്മൾ വാർഡ് എടുത്തത്. വാർഡിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്നിട്ടും കുഞ്ഞിനെ കൊണ്ടുവന്നില്ല. ഇപ്പോഴും നമ്മൾ ആ ഏട്ടനോട് പറഞ്ഞിട്ടില്ല കേട്ടോ. ഏട്ടനോട് പറഞ്ഞത് എനിക്ക് ജലദോഷം ഇതൊക്കെ ആയതുകൊണ്ട് കുഞ്ഞിനെ തന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ അന്ന് നൈറ്റ് ആയപ്പോൾ അവർ വിളിച്ചിട്ട് പറഞ്ഞു കുഞ്ഞിനെ വെന്റിലേറ്റർ മാറ്റണം. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ പിറ്റേന്ന് രാവിലെ കുഞ്ഞ് ഏകദേശം ഓക്കെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഏട്ടനച്ഛനും വീട്ടിൽ പോയിട്ട് വരാമെന്നാണ് പോയി. ഏട്ടനമ്മ ഉണ്ടായിരുന്നു ആ സമയത്ത്. വിളിച്ചുമ്പോൾ ചെറുതല്ലേ, 2 വയസ്സൊക്കെ ആയിട്ടുള്ളൂ. 2 വയസ്സ് 3 മാസം ആവുന്ന സമയത്താണ് നമ്മൾ അമ്മൂട് ഉണ്ടാകുന്നത്. അതിൽ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു താഴോട്ട് വരാൻ. ഞാൻ അമ്മേനെ വിളിച്ചപ്പോൾ അമ്മ പോയിട്ട് അമ്മ ഓടിക്കതച്ച് എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. താഴേക്ക് വിളിക്കുന്നുണ്ട്, വരാൻ പറ്റുമോ, കാരണം സ്റ്റെപ്പ് ഇറങ്ങി പോകണമല്ലോ. ഞാൻ ആയിക്കോട്ടെ അമ്മ പോകാമെന്ന് പറഞ്ഞു. നമ്മൾ ചെന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു കുഞ്ഞിനെ പെട്ടെന്ന് ഇവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണം, ഇവിടെ അതിനുള്ള സജ്ജീകരണങ്ങളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അതിലേക്ക് ആകെ ഞാനായി ടെൻഷനായി. എന്താ ചെയ്യാനോട് ഇതുവരെ പറഞ്ഞിട്ടില്ല, കുഞ്ഞിങ്ങനെയാണെന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. അതിൽ പറഞ്ഞു എനിക്ക് കുഞ്ഞിനെ കാണുമെന്ന് പറഞ്ഞപ്പോൾ കാണാമെന്ന് പറഞ്ഞു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്താ NICൻ്റെ ഉള്ളിൽ പോയി ഫസ്റ്റ് ഡോർ തുറന്നു. സെക്കൻഡ് ഡോറ് അവിടെ ഒരു ഗ്ലാസ്സിൽ ഇങ്ങനെ വട്ടത്തിൽ ആ ഒരു ഗ്യാപ്പിൽ കൂടെ നമുക്ക് കാണുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ എന്താ കുഞ്ഞിൻ്റെ തല മൊത്തം ഇങ്ങനെ കവർ ചെയ്തിട്ടേക്കുക. ഒരു വലിയൊരു മാസ്ക്, ദേഹത്ത് ഫുള്ള് വയറുകൾ, കയ്യിലാണെങ്കിലോ ക്യാനിൽ ഒട്ടിയിട്ട് മരുന്നു. ആ കണ്ട ഒരു നിമിഷം ഞാൻ അങ്ങോട്ട് കുഴഞ്ഞു പോകണം കേട്ടോ. നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു ആയിരുന്നു കേട്ടോ. നമ്മളാകെ കുഴഞ്ഞു. ഇപ്പോൾ ഇത്രയും കൂളായിട്ട് പറയുന്നുണ്ടെങ്കിലും അന്ന് ഞാൻ അനുഭവിച്ച ആ ഒരു ഇത് ഏട്ടനമ്മ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ ആകെ കുഴഞ്ഞു വീണു. അതിൽ അമ്മ പിടിച്ചിരുത്തിയ ഞാൻ ആ വീണത് കണ്ടിട്ട് അമ്മയ്ക്ക് ആകെ സങ്കടം. അമ്മ കരയാൻ തുടങ്ങി. ആ കരച്ചിലുണ്ടപ്പോൾ ഞാൻ കരുതി ഇനി ഞാൻ കരയില്ല, കാരണം ഞാൻ വീണ് കഴിഞ്ഞാൽ എല്ലാവരും തളർന്നു പോകുന്നു എനിക്ക് അന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ പിന്നെ കരയാൻ നിന്നിട്ടില്ല. ഞാൻ പറഞ്ഞു നമുക്ക് വേണ്ടത് എന്താ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ വൈകുന്നേരം വരെ നോക്കിയിട്ടും അവിടെ ഒന്നും ബെഡ് ഒഴിവില്ല. പിന്നെ രാത്രി ആകുമ്പോഴേക്കും കുഞ്ഞിനാകെ കൂടി, കുഞ്ഞിന് പനിയായി ഷിവർ ചെയ്യാൻ തുടങ്ങി. നമ്മൾ നേരെ അവിടെ നിന്ന് ഇതാക്കി നമ്മൾ MESലേക്ക് പോയി. കുഴപ്പമില്ല, നമുക്ക് നമ്മളെ കുഞ്ഞിൻ്റെ ഹെൽത്തല്ലേ മുഖ്യം. അപ്പോൾ നമ്മൾ MESക്ക് വിട്ടു. ആംബുലൻസിൽ കയറുന്നവരെ ഏട്ടനോട് പറഞ്ഞിട്ടില്ല കുഞ്ഞിന് ഇങ്ങനെയാണ്. നമ്മൾ അവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു മണിയൊക്കെ എത്തിയത്. എനിക്കിപ്പോഴും ആലോചിക്കാൻ വയ്യ. നമ്മളെ കയ്യിൽ കുത്തിയ ആൻറ്റിബയോട്ടിക് ഇടാൻ വേണ്ടി കുത്തിയ സിറിഞ്ച് ക്യാനിൽ ഇങ്ങനെ വളഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആംബുലൻസിൽ ഇരുന്ന സമയത്ത് ഞാൻ ഇച്ചുവിനെ പിടിച്ചിരിക്കുക. അമ്മമാരിലുണ്ടാളും ആകെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. ആരും ഒന്നും കഴിച്ചിട്ടില്ല. പിറ്റേന്ന് മുതൽ ആരും ഒന്നും കഴിച്ചിട്ടില്ല. എന്നാൽ കുഞ്ഞിങ്ങനെ ആയതുകൊണ്ട് കഴിച്ചാലും പോകൂല. എന്നിട്ട് ക്യാനിലിങ്ങനെ വളഞ്ഞു. ഞാനൊന്നും നോക്കില്ല. ഞാനതുകൊണ്ട് ഊരി കളഞ്ഞു. കാരണം ശരീരത്തിൻ്റെ പെയിൻ അല്ലല്ലോ, നമ്മൾ മനസ്സിനുള്ള വേദനയില്ല ഏറ്റവും കൂടുതൽ. അന്ന് കഴിഞ്ഞ് അവിടെ എത്തി. ഏട്ടൻ്റെ അച്ഛനും ഞങ്ങളെയൊക്കെ കൂടെ കാറിൽ പുറകെ വരികയായിരുന്നു. ഞാൻ പിന്നെ കുഞ്ഞിൻ്റെ കൂടെ തന്നെ ഓടി നടക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ സിസ്റ്റർമാർ പറഞ്ഞു നമുക്ക് വീൽ ചെയർ എടുക്കാൻ ഇങ്ങനെ നടക്കരുത്, ഡെലിവറി നില കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഞാൻ പുറകെ തന്നെ പുറകെ പോയി നമ്മൾ കുഞ്ഞിന് NICക്ക് ചെന്നപ്പോൾ ഡോക്ടർമാർ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു. ഡോക്ടർ എന്നോട് പറഞ്ഞു നമ്മളാകെ 2% പറയുന്നുള്ളൂ, 78 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്താ വെച്ചാൽ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ആ നിമിഷം പിന്നെയും സ്റ്റക്കായിട്ടോ. ഏട്ടനോട് പറഞ്ഞിട്ടില്ല, ഏട്ടനോട് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരവസ്ഥയിൽ ഞാൻ എല്ലാവരും പറഞ്ഞു പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏട്ടനെ വിളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കി ഏട്ടൻ്റെ കൂട്ടുകാരെ വിളിച്ച് കാര്യമൊക്കെ പറഞ്ഞിട്ടാണ്. കാരണം ആൾ ഭയങ്കര
അത്ര ധൈര്യമൊന്നുമില്ല, പെട്ടെന്ന് അങ്ങോട്ട് തളർന്നു പോകുന്നൊരു മനസ്സായിരുന്നു. പിന്നെ അങ്ങനെ പറഞ്ഞു കുഞ്ഞിന് ഇങ്ങനെ പനിയായിട്ട് കൂടിയിട്ട് ഇങ്ങനെ മാറ്റിയൊക്കെയാണ്. ഇതൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, ഡോക്ടറുടെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ NICUലാണ്, കുറച്ച് ചെറിയ ബ്രീത്തിങ് ബ്ലോക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ആൾ ഭയങ്കര കച്ചടായിരുന്നു. ഞാൻ ഒരു സമയം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഏട്ടനെ പ്രസൻസായിട്ട്, കാരണം ഏട്ടനുണ്ടായിരുന്നെങ്കിൽ ഞാൻ അത്രയൊന്നും വിഷമിക്കില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. മാറ്റി നമ്മൾ മോന് എല്ലാ ടെസ്റ്റും ചെയ്തു, കണ്ടില്ല. ഞാൻ പിന്നെ കാണുന്നത് 4ാമത്തെ ദിവസം. നമ്മൾ 2 മണിക്കൂർ കൂടുമ്പോഴൊക്കെ പാല് പിഴിഞ്ഞ് പാത്രത്തിലാക്കി കൊടുക്കണം കേട്ടോ. ഭയങ്കര പെയിൻഫുള്ളായിരുന്നു. പക്ഷെ എത്ര പെയിൻഫുള്ളായാലും നമ്മളെ കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ. നമ്മൾ ഒരിക്കലും അമ്മമാർ ടെൻഷൻ അടിക്കരുത് കേട്ടോ. ടെൻഷൻ അടിച്ച് കഴിഞ്ഞാൽ പാല് കുറയും. നമ്മളെ കുഞ്ഞ് റിക്കവർ ആവണം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ബ്രസ്റ്റ് മിൽക്ക് കിട്ടിയാൽ മാത്രം നമ്മളെ കുഞ്ഞ് റിക്കവർ ആയുള്ളൂ കേട്ടോ. NICUലാന്ന് എഴുതിയിട്ട് ഒരിക്കലും ടെൻഷൻ അടിക്കരുത് കേട്ടോ. കാരണം നമ്മളെ ടെൻഷൻ അടിച്ചാൽ നമ്മളെ ബ്രസ്റ്റ് മിൽക്ക് കുറയും. അത് പിന്നെ കുഞ്ഞുങ്ങൾക്ക് എഫക്റ്റ് ചെയ്യും. എത്ര വില കൂടി മരുന്ന് കൊടുത്തു കഴിഞ്ഞാലും ബ്രസ്റ്റ് മിൽക്കിനോളം വരില്ല അവരെ പെട്ടെന്ന് ഇറക്കുക. കാരണം നമ്മളെ അമ്പൂടെ കൂടെ അത്രയും ഇതായിരുന്നു. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പാല് കൊടുക്കിയിരുന്നു. പാല് ഡയറക്റ്റ് ആയിട്ടല്ലായിരുന്നു കേട്ടോ കൊടുത്തേ, പാത്രത്തിൽ പിഴിഞ്ഞ് കൊടുക്കാം. ഞാൻ ഇപ്പം വരെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ പാലും കാര്യങ്ങളൊക്കെ കൊടുക്കും. ഞാൻ ടെൻഷനുണ്ട്, പക്ഷെ പുറമേക്ക് കാണിച്ചില്ല, അധികം ടെൻഷനില്ല. ഞാൻ ഓക്കെ ആവുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളോട് 78 മണിക്കൂറാണ് പറഞ്ഞത്. പക്ഷെ 48 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമ്മളോട് പറഞ്ഞു ആൾ ഓക്കെ ആയിട്ട് വരുന്നുണ്ട്, റിക്കവറായിട്ട് വരുന്നുണ്ട്, കാണണമെന്നുണ്ടെങ്കിൽ കണ്ടോളൂ എന്ന് പറഞ്ഞു. കണ്ടോളൂ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. എനിക്കും ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഹസ്ബൻഡിന് കാണാൻ പറഞ്ഞത്. ഹസ്ബൻഡ് ഇല്ലാത്ത സമയം കൊണ്ട് അച്ഛന് കയറായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും അച്ഛനും കൂടെ ആയിട്ട് കയറിയിരുന്നു. നമ്മൾ കൈ 2 മിനിറ്റ് വാഷ് ചെയ്യണം, ഗൗൺ ഇടണം, മാസ്ക് ഇടണം, 2 ഡബിൾ മാസ്ക് ഇടണം, ക്യാപ്പ് ഇടണം. അങ്ങനെയൊക്കെ കയറി കണ്ടാലോ ഒരു സെക്കൻഡ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. നമ്മൾ കുഞ്ഞിനൊന്നും തൊടാൻ പോലും പറ്റില്ല. ഞാൻ കുഞ്ഞിനെ തൊടാൻ വേണ്ടി കൈ എടുത്തപ്പോൾ ആരാണ് കുഞ്ഞിനെ തൊടാൻ പാടില്ലാന്ന്. കുഞ്ഞിനെ കാണുമ്പോൾ തന്നെ നമുക്ക് സഹിക്കത്തില്ല കേട്ടോ. ആള് ഞാൻ പറഞ്ഞില്ലേ മാസ്കൊക്കെ ഇട്ട് ഫുള്ള് വയറിലൊക്കെ ആയിട്ട്, പിന്നെ കുഞ്ഞി കുപ്പായത്തിനുള്ളിൽ ആൾ നല്ലതായിട്ട് കുഞ്ഞ് വാവയായിരുന്നു കേട്ടോ. ഞാൻ ഫോട്ടോ കാണിച്ചു തരാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്നാലും ഒരു നോക്ക് കാണാൻ പറ്റിയല്ലോ, ഉള്ളിൽ വിഷമമുണ്ട്. നമ്മളെ ഏട്ടന് ഇതുവരെ കുഞ്ഞിനെ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ആൾ ഓക്കെ ആയിട്ട് വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ 12ാമത്തെ ദിവസമായപ്പോൾ നമ്മളോട് പറഞ്ഞു നമുക്ക് ഒന്ന് ബ്രസ്റ്റ് ഫീഡ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. ആൾ ഓക്കെ ആയി വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ബ്രസ്റ്റ് ഫീഡ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ വേണ്ടി എന്നെ ഉള്ളിലേക്ക് വിളിച്ചു എന്നോട് പറഞ്ഞു. അതിന് മുന്നേ ഒരു രസമുണ്ടായി. അതിന് മുന്നത്തെ ദിവസം എന്നോട് പറഞ്ഞു കയറിയപ്പോൾ കുഞ്ഞിനെ തൊട്ടോളാൻ പറഞ്ഞു നോക്കിയപ്പോൾ എനിക്ക് ഉള്ളിൽ ഭയങ്കര ടെൻഷൻ. നമ്മളെ കൈ കൊണ്ടൊന്നുമില്ല, സന്തോഷം കൊണ്ട് ഞാൻ എങ്ങനെയോ എൻ്റെ കുഞ്ഞിനൊന്ന് തൊട്ടു. എനിക്ക് ആ നിമിഷം ഇപ്പോഴും അങ്ങനെ നമ്മൾ ആ ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞിനെ കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ ഒരു സന്തോഷം എനിക്ക് ആ ഒരു ടൈമിൽ കിട്ടിയത് കേട്ടോ. എൻ്റെ കുഞ്ഞിന് ഇത്രയും ദിവസത്തിന് ശേഷം ഒന്ന് തൊട്ട് നോക്കിയപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ ഇച്ചു ബേബി നമ്മളോട് അത്രയും ഇതായിട്ടായിട്ട് നിന്നത്, വഴക്കൊന്നും ഉണ്ടാക്കാതെ നല്ല കുട്ടിയായിട്ടായിട്ട് നിന്നത്, അത് തന്നെ വലിയൊരു ഭാഗ്യം ഞാൻ കരുതുന്നത്. അതിന് നമ്മളോട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറഞ്ഞു. കുഞ്ഞിനെ തന്ന സമയത്ത് ഞാൻ പാലെടുത്തുകൊണ്ട് പാലൊന്ന് ചുമച്ചു. ഞാൻ പേടിച്ചു. ഞാൻ സിസ്റ്റർ വിളിച്ചു. സിസ്റ്ററാണ് പേടിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ബ്രസ്റ്റ് ഫീഡൊക്കെ ചെയ്തു. ആൾ പാലൊക്കെ വലിച്ചു കുടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അന്ന് വൈകുന്നേരം വാടിക്ക് തന്നു വിട്ടു. പുറത്താളെങ്ങനെയാണെന്ന് നമുക്ക് നോക്കി വെക്കാമെന്ന് പറഞ്ഞു. അതിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ചെറിയ ബുദ്ധിമുട്ടുകൾ ഇന്നും ഉണ്ട് കേട്ടോ. ആൾക്ക് ഇടയ്ക്കിടയ്ക്ക് ശ്വാസമുട്ടലും കാര്യങ്ങളും വരും. നമ്മളിപ്പോഴും ഇൻഹീലറും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ ആ സമയത്ത് കുഞ്ഞ് NICUലാണ്, ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് എഴുതിയിട്ട് ആരും ടെൻഷൻ അടിക്കാൻ നിൽക്കും. ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും നടക്കൂല കേട്ടോ. കാരണം നമ്മളും ഡള്ളാവും, നമ്മളെ കുഞ്ഞും കൂടെ നിൽക്കുന്നവരൊക്കെ ഡള്ളാവും. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അമ്മമാരാണ്. കാരണം എനിക്ക് അമ്പൂടുണ്ടായിരുന്ന സമയത്ത് എനിക്ക് 21 വയസ്സ്. പിടിച്ചു നിർത്തിയത് ചെപ്പൻ്റെ ഇച്ചുമോനായിരിക്കുമല്ലോ. ഇച്ചുമോൻ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഒരുപാട് അങ്ങ് വിഷമിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നോട് ഡോക്ടേഴ്സ് പറഞ്ഞു ചെറുപ്പല്ലേ, നമുക്ക് അന്ന് ആ ഡെലിവറി കഴിഞ്ഞ ദിവസം ഉണ്ടോ വൈകിട്ട് പിറ്റേന്ന് വൈകുന്നേരമൊക്കെ ആയപ്പോൾ എന്നോട് പറഞ്ഞു ചെറുപ്പല്ലേ, ടെൻഷൻ അടിക്കണ്ട, ഇനിയും ആവാലോ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ആകെ ഒരു പേടിയായിട്ടോ. കാരണം നമ്മൾ അത്രയും വേദന സഹിച്ച് നമ്മളെ കൈ കിട്ടിയിട്ട് പോവാന്ന് വെച്ചാൽ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു കാര്യം കേട്ടോ. പക്ഷെ ഒരു കുഴപ്പമില്ല, 2 വയസ്സാകുവാണ്, അതിൻ്റെ ഒരു സന്തോഷത്തിലാട്ടോ. കഴിഞ്ഞ വർഷം ഈ സമയത്ത് നമ്മളെ അമ്പൂസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. പ്രാവശ്യം ദൈവം സഹായിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. എന്നല്ല ചെറിയ ജലദോഷവും കഫക്കെട്ടും ശ്വാസമുട്ടലൊക്കെ ഉണ്ട്, എന്നാലും വേറെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ആരും പേടിക്കാതിരിക്കുക.
പിന്നെ നമ്മൾ ആ ഡെലിവറീൻ്റെ സമയത്ത് നന്നായിട്ട് ശ്വാസം എടുത്ത് വിടുക. അപ്പോൾ നമുക്ക് ഒരുപാട് പെയിൻ കുറയുണ്ടോ. നന്നായിട്ട് ശ്വാസം എടുത്ത് വിടുക. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക, നല്ലപോലെ എക്സസൈസ് ചെയ്യുക. എന്നാൽ എനിക്ക് തോന്നുന്നു നോർമൽ ഡെലിവറി ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് എക്സസൈസ് ചെയ്ത്. എന്നാൽ ഞാൻ വേറെ പണികളോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല, അത്യാവശ്യം നന്നായിട്ട് റെസ്റ്റ് എടുത്തത് തന്നെ കേട്ടോ. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.